ഓം യസ്യാന്തം നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീം നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ഠാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയാ യേ പ്രൗഢഗംഭീരവാചാ രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിൻവദാ മജ്ജദാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ശാരദാ ശാരദാംഭോജവദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഹരി ഓം. അഭയ ദീക്ഷിതരുടെ മാർഗബന്ധു സ്തോത്രം ആണ് നമ്മൾ അർത്ഥം പറഞ്ഞു പോണത്. മാർഗം നമുക്കറിയാം, പല വഴികളുണ്ട്, പല കുറുക്കു വഴികളും ഉണ്ട്. എല്ലാ ഒരു ലൗകികമായാലും അധ്യാത്മമായാലും പല മാർഗങ്ങൾ നമുക്ക് കാണാം. പക്ഷേ സൂക്ഷ്മമായിട്ട് നമ്മൾ ലക്ഷ്യത്തെ അന്വേഷിച്ച് നോക്കിയാൽ ലക്ഷ്യം ലൗകികമായി തേടണതും അധ്യാത്മമായി തേടണതും ഒരേ വസ്തുവിനെ തന്നെയാണ്. നമ്മൾ കരുതും ലൗകികമായി തേടണത് വേറെന്തോ ആണ്, അധ്യാത്മമായി തേടണത് വേറെന്തോ ആണെന്ന് വിചാരിക്കും. രണ്ടു കൂട്ടരും തേടണത് ഒരേ ഒരു വസ്തുവിനെയാണ്. ആ വസ്തുവാണ് സുഖം. സുഖമില്ലാതെ ആരും ലൗകികമായിട്ട് ജീവിക്കില്ല. ലൗകികമായിട്ടുള്ള വസ്തുവിലും സുഖമുണ്ട്. അധ്യാത്മം എന്ന് പറഞ്ഞിറങ്ങിയാലും ഒരു ഭക്തി ചെയ്യുമ്പോൾ, ഭഗവത് നാമ സങ്കീർത്തനം ചെയ്യുമ്പോൾ ഒരു സുഖം വരും. ഒരു സത്സംഗം കിട്ടിയാൽ സുഖം വരും. ഒരു മഹാപുരുഷ സമ്പർക്കത്തിലിരുന്നാൽ സുഖം വരും. രണ്ടിടത്തും ഉപാധിയുണ്ട് അല്ലെ? സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഉപാധികളുണ്ട് രണ്ടിടത്തും. ഒബ്ജക്ട്സ് ഉണ്ട്, സബ്ജക്ട്സ് ഉണ്ട്. ഈ രണ്ടിലൂടെയും, ഒബ്ജക്റ്റിലും സബ്ജക്റ്റിലൂടെയാണ് നമ്മൾ ഈ സുഖത്തെ തേടുന്നത്. അതുകൊണ്ട് തന്നെ വേദം പറയണു, രണ്ടു വിദ്യയാണ് ഇവിടെ ഉള്ളത്. ദ്വേ വിദ്യേ വേദിതവ്യേ. രണ്ടു വിദ്യയാണുള്ളത്. ആ രണ്ടു വിദ്യയെ അറിഞ്ഞുകൊള്ളുക. പരാവിദ്യ അപരാച. പരാവിദ്യയും അപരാവിദ്യയും. വിദ്യ അവിദ്യാ സ്വരൂപിണ്യേ നമഃ. ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് നാമം വിദ്യയായിരിക്കുന്നതും ദേവി തന്നെയാണ്, അവിദ്യയായിരിക്കുന്നതും ദേവി തന്നെയാണ്. ഈ അവിദ്യയിൽ നിന്നും വിദ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും ദേവിയാണ്. ദേവിയാണ്, പ്രകൃതിയാണ് മാർഗദർശനം തരണത്. ചിതി തത്പദലക്ഷ്യാർത്ഥ ചിതേകരസരൂപിണ്യേ നമഃ. ദേവി തത്പദലക്ഷ്യാർത്ഥ. ദേവി ശിവനിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് ഉള്ള മാർഗമായിരിക്കണം. ആ മാർഗം നമ്മൾ നോക്കിയാൽ കൂടെയും നമ്മൾ കാണുന്ന അധ്യാത്മത്തിലുള്ള മാർഗം എന്താ? വേദം പാരായണം ചെയ്യുക, വേദത്തിനെ അറിയുക, വേദാന്തം അറിയുക ഒക്കെയാണ്. ഉപനിഷത്തിനെ അറിയുക. പക്ഷെ ഉപനിഷത്തെ പറയണു അത് അവിദ്യയാണ്.
ഏതൊക്കെയാ അവിദ്യ എന്ന് പറഞ്ഞാൽ തത്ര ഋഗ്വേദോ യജുർവേദ, സാമവേദോ അഥർവഃ, ശിക്ഷാ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തോ ജ്യോതിഷമിതി. 4 വേദങ്ങളും 4 വേദത്തിന് അംഗമായിരിക്കണ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്തസ്, ജ്യോതിഷം, ഇതുകൂടെയും അവിദ്യയാണ്. അപ്പൊ ഏതോ ലൗകിക തേടലിൽ നിന്നും നമ്മൾ വിദ്യാരൂപത്തിൽ വന്നു എന്ന് കരുതി ലളിതാ സഹസ്രനാമ പാരായണം ചെയ്ത്, സദ്ഗ്രന്ഥ പാരായണം ചെയ്ത് അതിലൂടെ ഒരു സുഖത്തെ കണ്ടാൽ കൂടെ അത് അവിദ്യയാണ്. പിന്നെ എന്താ വിദ്യ എന്ന് പറഞ്ഞാൽ തദക്ഷരം അധിഗമ്യത്തെ. ലളിതാ സഹസ്രനാമം എന്തിനെ സൂചിപ്പിക്കണോ? ഈ 4 വേദങ്ങളും എന്തിനെ ഉദ്ഘോഷിപ്പിക്കണോ, എന്തിലേക്ക് പറഞ്ഞു വിടണോ, നമ്മളെ എന്തിനേക്ക് ലക്ഷ്യമാക്കണോ, ആ ലക്ഷ്യമാണ് തദക്ഷരം അധിഗമ്യത്തെ. ആ ലക്ഷ്യത്തിലേക്ക് എത്തലാണ് വിദ്യ. അപ്പോൾ വിദ്യ എന്ന് പറയുന്നത് കേവല അനുഭവമാണ്, സുഖമാണ്. ആ സുഖം എന്താ? ശാന്തിയാണ്. അതുകൊണ്ട് തന്നെ ശംഭോ മഹാദേവ ദേവ, ശാന്തിയെ പറഞ്ഞു തരണു. ആ ശാന്തിയെ തരാനാണ് സത്പുരുഷൻ മഹാപുരുഷന്മാരെല്ലാം അവതരിച്ചത്. ശങ്കരാചാര്യർ ശം കരോതി ഇതി ശങ്കരഃ. ആരാണോ ശാന്തിയെ തരണത് അവനാണ് ശങ്കരൻ. ഭഗവാന് തന്നെ ഒരു നാമമാണ് ശങ്കരഃ. ശ്രീരുദ്രത്തിൽ നമഃ സോമായ ച രുദ്രായ ച നമഃ താമ്രായ ച അരുണായ ച നമഃ ശംഭായ ച പശുപതയേ ച നമോ ഉഗ്രായ ച ഭീമായ ച നമോ അഗ്രേ വതായ ച ദൂരേ വതായ ച നമോ ഹന്ത്രേ ച ഹനീയസേ ച നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമഃ താരായ നമഃ ശംഭവേ ച മയോ ഭവേ ച നമഃ ശങ്കരായ ച. ശ്രീരുദ്രത്തിന്റെ ഹൃദയസ്ഥാനത്തില് ശങ്കരൻ ഇരിക്കണം. നമഃ ശിവായ, നമഃ ശിവായ എന്ന മാർഗവും അവിടെ ഇരിക്കണം. അപ്പൊ ശിവത്തിന്റെ മാർഗം, ശങ്കരത്തിന്റെ മാർഗം, മംഗളമായ പൊരുളുടെ മാർഗത്തെ ഉപദേശിക്കാനാണ് ശങ്കരാചാര്യർ കൂടെ വന്നിരിക്കുന്നത്. ശങ്കരാചാര്യർ സ്വാമിയുടെ വിവേക ചൂടാമണിയിൽ ഒരു ഗ്രന്ഥത്തിൽ പറയണു, മാർഗം ഒക്കെ നമുക്ക് ഭയമായിട്ട് തോന്നുന്നു അല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിച്ചേർന്നാൽ ഒരു 100 ഭയം വരണം. ഏതെങ്കിലും ഒരു കാര്യപൂർത്തിക്കിടയിൽ ഭയം വരണം. അധ്യാത്മ ജീവിതത്തിൽ ഇറങ്ങിയാലും ലൗകിക ജീവിതം എന്നെ വേട്ടയാടുന്നു എന്നൊരു ഭയം വരണം. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യർ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, നാ ഭയേഷ്ടു വിദ്വൻ. ഇവിടെ ഭയപ്പെടാനൊന്നുമില്ല, വിദ്വൻ എന്ന് പറഞ്ഞു അല്ലേ? മറ്റ് മതങ്ങളൊക്കെ പറയണു നീ പാപിയാണ്, പാപിയാണ്. മറ്റു മതങ്ങൾ എല്ലാവരെയും വിളിക്കുന്നത് എന്താ? പാപിയാണ്. ഇവിടെ സദ്ഗ്രന്ഥങ്ങൾ പറയണതും സദ്ഗുരുക്കൾ പറയണതും എന്താ? നീ പാപിയൊന്നുമല്ല, നീ പുണ്യമാണ്, നീ ശുദ്ധ ചൈതന്യമാണ്. നാ ഭയേഷ്ടു വിദ്വൻ, അറിവുള്ളവനാണ്, അറിവേ സ്വരൂപമായിരിക്കണവനാണ്. നാസ്തി അപായ, ഇവിടെ ഒന്നും നിന്നെ അപായപ്പെടുത്താൻ ഇരിക്കണതേ ഇല്ല. സംസാര സിന്ധോഹോ തരണോസ്തു പായ, ഈ സംസാര സിന്ധു, സംസാരമാകുന്ന കടൽ അല്ലേ, കര കാണാൻ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ കടലിൽ മുങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കണം. മുങ്ങണു എണീക്കണു, മുങ്ങണു എണീക്കണു. എണീക്കുമ്പോൾ കുറച്ച് സുഖം, മുങ്ങുമ്പോൾ ദുഃഖം അല്ലേ? ഒരേ അടിക്ക് ദുഃഖം മാത്രമല്ല കിട്ടുന്നത്. ലൗകികമായ പരിഹാരത്തിനും കുറച്ച് സുഖം കിട്ടും. കുറച്ച് സുഖം കിട്ടുമ്പോൾ അത് തന്നെ ദുഃഖത്തിന് കാരണമാവും. പ്രഹ്ലാദൻ പറഞ്ഞു, ദുഃഖൌഷധം തഥപി ദുഃഖം. ദുഃഖത്തിന് നമ്മൾ ഇന്ന് കഴിക്കുന്ന മെഡിസിൻ, ഒരു പാരസെറ്റമോൾ കഴിച്ചാലും അത് കഴിച്ചുകൊണ്ടേയിരുന്ന ഒരു പാരസെറ്റമോളിൽ ജീവിതത്തിൽ പനി വരില്ല എന്നില്ലല്ലോ. എപ്പോഴൊക്കെ പനി വരണോ പാരസെറ്റമോൾ എടുക്കണോ, ആശ്വാസം കിട്ടണോ. ഈ പാരസെറ്റമോൾ തന്നെ വലിയ രോഗത്തിന് കാരണമായി മാറുന്നു. ദുഃഖ ഔഷധം തഥപി ദുഃഖം. ദുഃഖത്തിന്റെ ഔഷധം തന്നെ ദുഃഖമായി മാറുന്നു. അപ്പൊ സംസാരത്തിൽ കുറച്ച് സുഖമുണ്ട്, കുറച്ച് ദുഃഖമുണ്ട്. പക്ഷേ ഒരേ അടിക്ക് സുഖം കിട്ടണില്ല, ഒരേ അടിക്ക് ദുഃഖവും കിട്ടണില്ല. അപ്പൊ ആ സംസാര സിന്ധോഹോ തരണോസ്തു പായ, അതിനൊരു ഉപായമുണ്ട്. എന്താ? ഏനേശ്ചയാതം യതയോശ്ചപാര. ആ വഴി പലരും കടന്നു പോയിരിക്കണം. ആരാ കടന്നു പോയിരിക്കണം? സദ്ഗുരുക്കൾ കടന്നു പോയിരിക്കണം, ഋഷീശ്വരന്മാർ കടന്നു പോയിരിക്കണം. ആ വഴി
തമേവ മാർഗം തവ നിർദ്ദിശാമഹ, ഞാൻ നിനക്ക് നിർദ്ദേശിക്കാം ആ മാർഗത്തെ. ആ മാർഗം എന്താണ്? സത്യത്തിലേക്കുള്ള മാർഗം, ശാന്തിയിലേക്കുള്ള മാർഗം. അതിനെന്താ പ്രതിബന്ധം എന്ന് പറഞ്ഞാൽ, മനസ്സുകൊണ്ട് യം യം ലോകം മനസാ സംവിഭാതി, ഏതൊക്കെയോ ലോകത്തെ മനസ്സുകൊണ്ട് നമ്മൾ ഒരു സൃഷ്ടി ചെയ്തെടുക്കണം അല്ലെ. സൃഷ്ടി കൂടെ മനസ്സിന്റെ സ്വരൂപമാണ് അല്ലെ. സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ഗോപ്ത്രീ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരീശ്വരി. മറയ്ക്കണതും മായയാണ്, ജനിപ്പിക്കണതും മായയാണ്, നിലനിർത്തണതും മായയാണ്, സംഹാരം ചെയ്യണതും മായയാണ്. പക്ഷെ ഒരെണ്ണം മാത്രം മായയുടെ കയ്യിൽ കൊടുത്തിട്ടേ ഇല്ല. എന്താ അത്? സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ. അനുഗ്രഹം മാത്രം ഭഗവാനിലാണ്. ഭഗവാന്റെ അനുഗ്രഹം എന്താ? എല്ലാത്തിനെയും ഇല്ലാതാക്കുക. എന്തൊക്കെയാണോ നമുക്ക് സഫറിങ് ഉണ്ടാക്കുന്നത് അതിനെ ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് ഭഗവാന് മൃത്യു എന്നൊരു നാമം. നമ്മളെ സഫറിങ്ങിനെ തീർക്കാൻ വേണ്ടി ലിമിറ്റഡ് ആയിട്ട് കൂടെ ഭഗവാൻ അവതരിക്കുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ സഫർ ചെയ്തോ, സംവിഭാതി യം യം ലോകേ മനസാ സംവിഭാതി, എന്തൊക്കെ ലോകത്തെയാണോ മനസ്സുകൊണ്ട് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് ആ ലോകമാകുന്ന ഒരു വേഷം എടുത്ത് നീ ജനിക്കും. അതുകൊണ്ട് സിദ്ധപുരുഷന്മാരൊക്കെ പറയണു, ആശയെ അറിമിൻ, ആശയെ അറിമിൻ. ജന്മത്തിന് കാരണം മനസ്സാണ്. മനസ്സിന്റെ വിക്ഷേപമാണ് ജന്മത്തിന് കാരണം. ആ മനസ്സ് എങ്ങനെയാ വിക്ഷേപമാണത്? എന്തൊക്കെയോ ആഗ്രഹിക്കണു. അതുകൊണ്ട് ആശയെ അറിമിൻ, ആഗ്രഹത്തിനെ ഇല്ലാതാക്കൂ. ഈശനോടാകിലും ആശയെ അറിമിൻ. തന്നിൽ നിന്ന് അന്യമായിട്ടൊരു ഈശ്വരൻ ഉണ്ടെങ്കിൽ കൂടെയും ആ ഈശ്വരനോടും ആഗ്രഹം ഇല്ലാതാക്കൂ അല്ലേ. തന്നിൽ നിന്ന് അന്യമായിട്ടൊരു ഈശ്വരൻ ഉണ്ടെങ്കിലും ആ ഈശ്വരൻ എപ്പോഴും നമ്മളെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖം വരും. ആ ഈശ്വരൻ നമുക്കൊരു ഉപാധിയായി മാറും അല്ലേ. ആ ഈശ്വരൻ അടുത്ത് വരുമ്പോൾ ഈശ്വരൻ ഒബ്ജക്റ്റേ അല്ല. നമ്മൾ ഈശ്വരനെ കിട്ടണം വിചാരിക്കുന്നു. ഒബ്ജക്ട്സിനെയൊക്കെ നമുക്ക് കിട്ടും അല്ലെ. AC വെക്കണം, ഫാൻ വെക്കണം. ഇതുപോലെ നമ്മൾ ഈശ്വരനെ കിട്ടണം, എനിക്ക് എപ്പോഴും സുഖം തരണം വിചാരിക്കുന്നു. ഈശ്വരൻ ഒബ്ജക്റ്റ് ആയാൽ നമുക്കൊരിക്കലും ഒരു ഒബ്ജക്റ്റായി മാറാനേ പറ്റില്ല. നമ്മളെ ശാസ്ത്രമൊക്കെ കള്ളമായി പോകും. നമ്മളെ ശാസ്ത്രം എന്ത് പറയണു? തദ്ത്വം അസി, അത് നീ തന്നെ ആവണു. ഈശ്വരൻ എവിടെയോ ഒരു അമ്പലത്തിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് പോയി അതുപോലെ ആവാൻ പറ്റുമോ? ഒരാളായി മാറണമെങ്കിൽ ഞാൻ അയാളായിട്ടിരിക്കണം, ഇല്ലാതെ മാറാനേ സാധ്യമല്ല അല്ലേ. ഈശ്വരൻ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് ആ ഒബ്ജക്റ്റായി മാറാനേ പറ്റില്ല. ഈ ഫാൻ ഈശ്വരൻ ആണെങ്കിൽ എനിക്ക് ഈ ഫാനായിട്ട് മാറാനേ പറ്റില്ല. അപ്പൊ ഈശ്വരൻ ഒബ്ജക്റ്റ് അല്ല. ഈശ്വരൻ എന്താ? ആനന്ദ സ്ഫുരത് അനുഭവാഭ്യാം. ഈശ്വരൻ തൻ്റെ ഉള്ളിൽ അനുഭവമായിട്ടിരിക്കണം. ആ ഈശ്വരൻ ഇടവിടാതെ തൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. താൻ അതിനെ റെക്കഗ്നൈസ് ചെയ്യണില്ല, അത്രയേ ഉള്ളൂ. മാർഗം, ലക്ഷ്യം നമ്മളടുത്തുണ്ട്. പക്ഷെ നമ്മൾ ആ ലക്ഷ്യത്തിലെത്താൻ മാർഗം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ശാസ്ത്രം എന്ത് ചെയ്യുന്നു? എവിടെയൊക്കെയോ ചുറ്റിക്കറക്കി തിരിച്ചവിടെ കൊണ്ടുപോകണം. കണ്ണാടി കണ്ണിൽ വെച്ച് തേടും. നമ്മൾ എവിടെയൊക്കെയോ തേടും, ഏതൊക്കെയോ സ്ഥലത്തിൽ കണ്ണാടി തേടും. അവസാനം ഒരാൾ വന്നിട്ട് പറയും നിങ്ങൾ മുഖത്തല്ലേ ഇരിക്കണത് എന്ന് പറയുമ്പോൾ അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യും അല്ലേ, എൻ്റെ മുഖത്തുണ്ട്. ഇതുപോലെ അധ്യാത്മം അങ്ങനെയാണ്. പക്ഷെ അത് എളുപ്പത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയ്യേ അതിസുലഭം. രമണ മഹർഷി ആത്മവിദ്യാ കീർത്തനത്തിൽ പറയണു, അയ്യേ അതിസുലഭം. അതിസുലഭം എന്ന് പറഞ്ഞാൽ നമുക്കില്ലേ, ഫ്രീ എന്ന് ആരെങ്കിലും തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വലിയ വിലയൊന്നും കൊടുക്കില്ല അല്ലേ. ഒരു അന്നദാനം ഫ്രീ ആയിട്ട് കിട്ടിയാൽ വേണ്ട, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കാശ് കൊടുത്ത് വിഷത്തെ കഴിക്കണം അല്ലേ. ഫ്രീ ആയിട്ട് അമൃതമുണ്ട്. വ്യാസരെ പറഞ്ഞു അത്. ഭാരതത്തിൽ വ്യാസൻ പറയണു, അമൃതം പരിത്യജ്യ വിഷം പിബന്തി. അമൃതത്തെ മുഴുവൻ കളഞ്ഞിട്ട് വിഷം, പെപ്സി മതി, കൊക്കക്കോള. അമൃതമുണ്ട്, ഗംഗയുണ്ട്, ശുദ്ധജലമുണ്ട്, ഭഗവാൻ അഭിഷേകം ചെയ്തതുണ്ട്. ഒന്നും വേണ്ട അല്ലേ, തീർത്ഥമൊന്നും ആർക്കും വേണ്ട, പെപ്സി കൊക്കക്കോള മതി. ധർമ്മം പ്രസംഗാത് അഭിനാചരന്തി. നമ്മളെ ഇവിടെയൊക്കെ കൂട്ടരുണ്ട്. ആരൊക്കെയാ? ധർമ്മം വലിയ കാര്യത്തിൽ പ്രസംഗിക്കും. ഇതൊക്കെ പ്രാവർത്തികമാക്കുമെന്ന് ചോദിച്ചാൽ അതില്ല അല്ലേ. പ്രസംഗിക്കാനല്ലേ എനിക്കറിയാവൂ, പ്രാവർത്തികമാക്കാൻ അറിയില്ല. ധർമ്മം പ്രസംഗാത് അഭിനാചരന്തി. സെക്രട്ടേറിയറ്റിലോട്ട് പോയാൽ കാണാം എന്തുമാത്രം ധർമ്മമാണ് പറയണത്. എന്തെങ്കിലും പാലിക്കൂ, ഇതാണ് ധർമ്മം അല്ലേ.
ധർമ്മത്തിൻ്റെ അടുത്ത സ്റ്റേജ് മതി അവർക്ക്. പ്രസംഗിച്ച് അടുത്ത ധർമ്മ അർത്ഥ, അല്ലേ? അർത്ഥം എന്ന് പറഞ്ഞാൽ പൈസ. അത് തന്നെയാണ് അവർക്ക് മോക്ഷവും. അപ്പോൾ ഇത് സത്മാർഗത്തിലേക്കുള്ള വഴിയാണ്. ആ മാർഗം പലരും കടന്നു പോയിരിക്കണു. അപ്പയാദീക്ഷിതരും ആ മാർഗം കടന്നു പോയിരിക്കണു, അല്ലേ? നമ്മൾ വിചാരിക്കും ശങ്കരാചാര്യർ ഉപദേശിക്കണു, ശങ്കരാചാര്യനെ പോലെ ആയാൽ മാത്രമേ നമുക്കുള്ളൂ. ഇതൊന്നും നമുക്കല്ല. ഇതൊക്കെ സുലഭമാണെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട. അയ്യോ, നമ്മൾ അത്ര വലിയ ആളൊന്നും അല്ല എന്ന് എഴുതി തള്ളിക്കളയും നമ്മൾ, അല്ലേ? അതുകൊണ്ട് ഗൃഹസ്ഥനായി നിന്നൊരു ശിവഭക്തൻ, അദ്വൈത സിദ്ധാന്ത ജ്ഞാനി ഉപദേശിക്കണു നമുക്ക്. അപ്പയാദീക്ഷിതരെ പോലെ ഒരു മഹാപുരുഷൻ ഉപദേശിക്കാണ്, ശംഭോ മഹാദേവ ശംഭോ. ശാന്തിയുണ്ട്. എവിടെയുണ്ട്? മഹാദേവനിലുണ്ട്. ആരാ മഹാദേവൻ? ദേവന്മാർക്കും അധിപൻ. ദേവന്മാരെ കാണണമെങ്കിൽ നമുക്ക് മനസ്സ് വേണം, അല്ലേ? വെളിയിലൊരു ഈശ്വരനെ കാണണമെങ്കിൽ നമുക്ക് മനസ്സ് വേണം. അതൊരാഗ്രഹം വേണം. ഈശ്വരനെ കാണണം എന്ന് വിടാതെ ഒരു ആഗ്രഹം വേണം, മനസ്സ് വേണം. ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക ഏതോ രൂപത്തിൽ. എന്തിനൊക്കെ നമ്മൾ, അല്ലേ, എന്തിനൊക്കെ നമ്മൾ ചിന്തിക്കണോ അതെല്ലാം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതൊക്കെ പുതിയ പുതിയ സൃഷ്ടിയായിട്ട് മാറും. ഇപ്പം മണ്ണിൻ്റെ അടിയിൽ ആഹാരം ഉണ്ടാക്കാമോ? ഇപ്പോൾ ഉണ്ടാക്കണില്ലേ? കുഴി മന്തി എന്ന് പേര്. മണ്ണിൻ്റെ അടിയിൽ ആഹാരം ഉണ്ടാക്കണു, കഴിക്കണു. ആകാശത്തൂടെ എന്തെങ്കിലും പറക്കണു. എന്താ? സങ്കല്പം. ആ സങ്കല്പമാണ് സൃഷ്ടി. ആഗ്രഹമാണ് സൃഷ്ടി. ആശയെ അറിമിൻ, ആശയെ അറിമിൻ, ഈശനോടാകിലും ആശയെ അറിമിൻ, ആശയെ പടപ്പട തുമ്പം താനെ. ആഗ്രഹം വെച്ചുകൊണ്ടാണ് നമുക്ക് എന്താ വരണത്? ദുഃഖം വരണത്. ഓരോ ആഗ്രഹത്തിൻ്റെ ഫലം ദുഃഖമാണ്. ആശയെ വിട ഇൻപം താനെ. ആശയെ പതുക്കെ പതുക്കെ വിട്ടു നോക്കൂ. എക്സ്പെക്ടേഷൻ പതുക്കെ കുറച്ച് നോക്കൂ. നമുക്ക് ആനന്ദമുണ്ടാവും, ശാന്തി ഉണ്ടാവും. ഉറക്കത്തിൽ എന്താ ശാന്തി? അവിടെ എക്സ്പെക്റ്റ് ചെയ്യണമില്ല, എക്സ്പെക്റ്റ് ചെയ്യണ ആളുമില്ല. മനസ്സില്ല ഉറക്കത്തിൽ. അപ്പം മനസ്സില്ലാതായ ഈശ്വരനെയൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ പൊതുവിൽ ചോദിക്കും, അല്ലേ? അധ്യാത്മമൊക്കെ ഏതോ കെട്ടുകഥയാണ്, മനസ്സില്ലാതെ എങ്ങനെ അറിയാൻ പറ്റും? ഉറക്കത്തിൽ എന്തുണ്ടായിരുന്നു എന്ന് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പറയണു, അല്ലേ? മനസ്സുണ്ടായിട്ടാണോ പറയണത്? നല്ല സുഖമായിരുന്നു എന്ന് പറയണു ഉറക്കത്തിൽ. ഉറക്കത്തിൽ നല്ല സുഖമായിരുന്നു എന്ന് എണീറ്റ് നിന്ന് പറയണു. അവിടെ മനസ്സുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ എങ്ങനെ പറഞ്ഞു? നമ്മളെ അറിയാൻ നമുക്ക് മനസ്സേ വേണ്ട. നമ്മൾ ലക്ഷ്യത്തിൽ നിൽക്കണു, മാർഗം തേടിക്കൊണ്ടേയിരിക്കുന്നു. കുളത്തിൽ മുങ്ങി നിന്നിട്ട് വെള്ളം എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? കുളത്തിൽ നിന്ന് എടുത്തൊന്നും മേലേക്ക് വിടും. എന്നിട്ട് കുളത്തെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പിടിച്ച് കുളത്തിലിടുമ്പോൾ ഞാൻ കുളത്തിലാണ് എന്ന് വിചാരിക്കും. ഇതാണ് ഭഗവാന്റെ ഡ്യൂട്ടി. ഒന്ന് മൃത്യുവിനെ കാണിച്ചു കൊടുക്കുക, ഒരു നല്ല ദുഃഖം കൊടുക്കുക, പരിഹാരമില്ലാത്ത ദുഃഖം കൊടുക്കുക. ഇല്ല, ഗീതയിൽ അർജുനൻ അതാണ് കൊടുത്തത്. വിഷാദ യോഗത്തിൽ എന്തൊക്കെ പറയണു? അർജുനൻ കൃഷ്ണനെ പിടിച്ചിരുത്തിയിട്ട് പ്രസംഗിച്ചു. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം ആ കൃഷ്ണനെ വിളിച്ചിരുത്തിയിട്ട് വലിയ പ്രഭാഷണം നടത്തി. ജായത്തെ വർണ്ണസങ്കരഹായി, വർണ്ണമൊക്കെ നശിച്ചു പോവും, സ്ത്രീ മുഴുവൻ നശിച്ചു പോവും, കുലം നശിച്ചു പോവും. വലിയ പ്രസംഗം നടത്തിയിട്ട് അവസാനം ഈ അറിഞ്ഞു വച്ചതൊന്നും ഉപകരിക്കില്ല എന്ന് വന്നപ്പോൾ ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങി. ഭഗവാൻ എന്ത് ചെയ്യും? ആദ്യം നമ്മളെ കക്കിക്കും. ആദ്യം നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിഷത്തിൽ ഒരു വയറ്റിലൊരു വിഷം വന്നാൽ കൂടെയും ഡോക്ടർ എന്ത് ചെയ്യും? മൊത്തം അടിച്ച് ക്ലീൻ ആക്കി വെളിയിൽ തരും, അല്ലേ? ഡോക്ടർ ആദ്യം മുഴുവൻ ആ വിഷാംശം പോണത് വരെ അടിച്ച് പമ്പ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അമൃതത്വത്തെ തരും. അപ്പോൾ ഉള്ളിലിരിക്കുന്ന അഭിമാനം അങ്ങോട്ട് ഇല്ലാതായി പോകണം. ആ ഇല്ലാതായി പോകണമെങ്കിൽ നമ്മൾ സദ്വസ്തുവുമായിട്ടുള്ള സംഗമം വേണം, സത്സംഗം വേണം. സത്സംഗം എന്ത് തരണു? സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗത്തിലൂടെ നമുക്ക് നിസ്സംഗഭാവം ഉണ്ടാവണു. അറ്റാച്ച്മെൻറ്റിലൂടെ, അതെ, സത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ത് ചെയ്യണു? ദുസ്സംഗത്തിൽ നിന്ന് നമ്മളെ ദൂരെ അകറ്റണം. നിസ്സംഗം വരണു. ഒന്നിനോട് ഒട്ടാതിരിക്കാൻ പഠിക്കണം. നിസ്സംഗത്വേ നിർമോഹത്വം. ഒന്നിനോടും ഒട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ മോഹം, അല്ലേ? ചില അമ്മമാരൊക്കെ പറയും, ഈ കുട്ടിയില്ലാതെ എനിക്ക് ഉറങ്ങാനേ വയ്യ എന്ന് പറയും. കുട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കമേ വരില്ല.
ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഉറങ്ങി അല്ലേ? കുട്ടി ജനിച്ചതിന് ശേഷമാണ് അവർക്ക് ഉറക്കം കിട്ടിയതില്ല. പക്ഷെ കുട്ടി പോയി ഞാൻ എൻ്റെ കുട്ടീന്ന് വിചാരം ചെയ്ത്, ഞാൻ എൻ്റെ കുട്ടീന്ന് അക്സെപ്റ്റ് ചെയ്ത് അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഈ കുട്ടി ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതുന്നു അല്ലേ? ഇതുപോലെയാണ് ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല, AC ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്താ? വി ഗെറ്റ് അറ്റാച്ച് ടു ദാറ്റ്. അതിലൂടെ സുഖമുണ്ടെന്ന് വിചാരിക്കണം. എപ്പോൾ അത് ഓഫ് ആവുമ്പോൾ സുഖം പോയി അല്ലേ? അപ്പോൾ സുഖം തൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപത്തെ കാട്ടിത്തരുന്നു ആര്? ജ്ഞാനികൾ കാണിച്ചു തരണു, ശിവഭക്തന്മാർ കാണിച്ചു തരുന്നു, ബന്ധുക്കൾ കാണിച്ചു തരുന്നു. കാണിച്ചു തന്നാൽ ഈ കാണപ്പെടുന്നതെല്ലാം അതാണെന്ന് നമ്മൾ അറിയും. പിന്നെ മാർഗം ബന്ധുവായി മാറും. അങ്കേ വിരാജത് ഭുജംഗം. ഈ മാർഗത്തിൽ മുഴുവൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താ അല്ലേ? സർപ്പൻ. ചില ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ പോയി സർപ്പൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്താ സർപ്പൻ ചെയ്യണത്? തടസ്സം അല്ലേ? സന്ധ്യാവന്ദനത്തിൽ നിത്യം ബ്രാഹ്മണർ ചെയ്യണത് എന്താ? ഒരു ദിക്കിൽ നോക്കി നിന്നിട്ട് പ്രാർത്ഥിക്കും. നർമ്മദേ നമഃ പ്രാതർ നർമ്മദേ നമോ നിശി നമോസ്തു നർമ്മദേ തുഭ്യം ത്രാഹി മാം വിഷസർപ്പദം അപസർപ്പസർപ്പ ഭദ്രം തേ ദൂരം ഗച്ഛ മഹായശഃ ജനമേ ജയസ്യ യജ്ഞാന്തേ ആസ്തി കവചനം സ്മരേത് ജരത്കാരോ ജരത്കാർവാം സമുത്പന്നോ മഹായശഃ ആസ്തീക സത്യസന്തോമാം പന്നകേഭ്യോഭിരക്ഷതു. പന്നകന്മാരിൽ നിന്നും നമുക്ക് രക്ഷ വേണമില്ലേ? ഈ മാർഗത്തിലുള്ള തടസ്സം മുഴുവൻ മാറണം. എന്താ തടസ്സം എന്ന് വെച്ചാൽ, നല്ല ഇരുട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കയറ് കണ്ടാൽ നമ്മൾ പാമ്പെന്ന് കരുതുന്നു, എന്നിട്ട് ഭയപ്പെടുന്നു. വാസ്തവത്തിൽ അതിൽ പാമ്പുണ്ടോ? ഇയാളെ ഹനിക്കാനുള്ള എന്തെങ്കിലും പവറുണ്ടോ? അതിന് ഒരു പവറും ഇല്ലാത്ത ഒരു ജഡവസ്തുവിനെ കണ്ടിട്ട് BP കയറണു, ടെൻഷൻ കയറണു. എന്താ? കയറിലൂടെ പാമ്പിനെ കണ്ടു. എപ്പോൾ ടോർച്ച് അടിച്ച് ലൈറ്റ് അടിച്ച് അത് കയറുന്ന് കണ്ട അടുത്ത നിമിഷം ഞാൻ പേടിച്ചല്ലോ എന്ന് പേടിക്കുമോ? നേരത്തെ നിമിഷം വരെ പേടിച്ചുകൊണ്ടിരുന്നത് പോലെ പേടിക്കാൻ പറ്റുമോ? അല്ലെ? കയറെന്ന് വിചാരിക്കും. എന്തുകൊണ്ടാ? ശുദ്ധമായ അറിവ് വന്നപ്പോൾ മനസ്സിലായി ഇത് ഹനിക്കാനൊന്നും പോണില്ല, ഇതുവരെ കയറല്ലേ. പക്ഷെ തൊട്ടു മുമ്പ് എന്താ പേടിച്ചത്? ഇതെന്നെ കടിക്കും, എനിക്ക് അടുത്ത ഹോസ്പിറ്റലുണ്ടോ, ആരെങ്കിലും എന്നെ എടുത്തുകൊണ്ട് പോവോ, എന്തൊക്കെയോ തോട്ട്സ് വരണു അല്ലേ? ഒരു ജഡമായ വസ്തുവിൽ എന്തൊക്കെയോ തോട്ട്സ് നമ്മൾ കൽപ്പിക്കണം. ഇത് മാറണമെങ്കിൽ എല്ലാത്തിനെയും ഈശ്വരനെ കൊണ്ട് മൂടണം. അങ്കേ വിരാജത് ഭുജംഗം. ഈശ്വരൻ്റെ അംഗത്തിൽ എന്ത് വിരാജിക്കണു? സർപ്പം. നമ്മൾ ഭയപ്പെടുന്ന സർപ്പം ഈശ്വരൻ കഴുത്തിലിട്ടുകൊണ്ടിരിക്കണം. എന്തിനാ? സർപ്പം അതിൻ്റെ ഓണർ ഇല്ലേ? ചില വീട്ടിലൊക്കെ പോയാൽ പട്ടി കാണും. ഈ പട്ടി നമ്മളെ കടിക്കാതിരിക്കണേ ഓണർ അടുത്ത് നിന്നിട്ട് ഏയ് എന്ന് പറയും അല്ലേ? ഓണർ അടുത്ത് നിന്നിട്ട് നിയന്ത്രിച്ചാൽ ഈ പട്ടി നമ്മളെ കടിക്കില്ല. ഓണർ എന്തുകൊണ്ടാണ് നിയന്ത്രിക്കുന്നത്? ഓണറിനോട് അടുത്തൊരാൾ വരണതുകൊണ്ട് നിയന്ത്രിക്കണം. ഒരു കള്ളം വന്നാലോ വിടും അല്ലേ? കള്ളം വന്നാൽ ഉടൻ പട്ടിയെ പോയി അറ്റാക്ക് ചെയ്യാൻ പറയും, പേടിപ്പിക്കാൻ പറയും. ബന്ധുക്കൾ വന്നാലോ പതുക്കെ പിടിക്കും. എന്തുകൊണ്ടാ? അപ്പോൾ ശിവനോട് നമ്മൾ അടുത്താൽ, സദ്വസ്തുവിനോട് നമ്മൾ അടുത്താൽ മറ്റേ നമ്മളെ ഹനിക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. ശിവന്റെ കഴുത്തിൽ കിടക്കണോ പാമ്പ്, ആ പാമ്പ് നമ്മളെ ദ്രോഹിക്കോ അല്ലേ? നമ്മൾ ശിവന്റെ ആളാണ്, ഭഗവാന്റെ ആളാണ്, ഭക്തനാണ്. അതുകൊണ്ട് ഭക്തൻ എവിടെ നോക്കിയാലും, പ്രഹ്ലാദൻ എന്താ ഭാഗവതത്തിൽ, പ്രഹ്ലാദൻ എവിടെ പോകൂ ഒന്നുകൊണ്ടും ഇല്ലേ? ഇപ്പം അപ്പയ്യ ദീക്ഷിതരെ പോലും പല രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചു, ഒന്നും അദ്ദേഹത്തിന് ഹാനിയായിട്ട് വന്നിട്ടേ ഇല്ല. എന്തുകൊണ്ടാ? സർവത്തിനെയും ഈശ്വരനായിട്ട് കണ്ടു. പ്രഹ്ലാദൻ സർവത്തിനെയും നാരായണനായിട്ട് കണ്ടു. തീയിൽ പിടിച്ചിട്ടും മരിക്കണില്ല, കൊക്കയിൽ പിടിച്ചിട്ടും മരിക്കണില്ല, വെള്ളത്തിൽ പിടിച്ച് മുക്കി വെച്ചും മരിക്കണില്ല. അവസാനം ഹിരണ്യകശിപുവിന് ഒരു ഭയം വന്നു. എന്താ എൻ്റെ അടുത്തുള്ള ശക്തി എന്ന് ചോദിച്ചു. എന്താ നിന്റെ ഭയം, എന്താ നിന്റെ ശക്തി എന്ന് ചോദിച്ചു. എവിടുന്നാ നിനക്ക് ഇത്ര ശക്തി എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ കയ്യിലാണ് ശക്തി. നമ്മൾ ഒരു വസ്തുവിനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന കുറച്ചു നേരം നമുക്ക് കൈ കഴിച്ചു പോകും അല്ലേ? ശക്തിക്ക് കേടുവരണില്ല, നമുക്ക് ആ ശക്തിയെ ഉൾക്കൊള്ളാനുള്ള ശക്തിയില്ല അല്ലേ? ആ എനർജി വച്ചിരിക്കാനുള്ള ശക്തി നമുക്കില്ല. പ്രഹ്ലാദൻ പറയണു, ഞാൻ ശക്തിയുടെ കയ്യിലാണ്, അച്ഛൻ്റെ കയ്യിലാണ് ശക്തി. അതിനെ പിടിക്കാനുള്ള ശക്തി അച്ഛൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ശക്തിയുടെ കയ്യിലാണ്. എങ്ങനെയാ ശക്തിയുടെ കയ്യിലായത്? ഒന്നും ചെയ്യണ്ട, ഫ്രീ ആയിട്ടിരിക്കല്ലേ. ശക്തിയുടെ കയ്യിലിരിക്കണത് ഒന്നും സംഭവിക്കില്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കണു ശക്തിയുടെ കയ്യിൽ. അപ്പോൾ എങ്ങനെയാ ശക്തി കിട്ടിയെന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ഭക്തി. രമണ മഹർഷി 2 തത്വത്തെ പറഞ്ഞു കൊടുത്തു. ഒന്ന് മാർജാര കിശോര തത്വം, ഒന്ന് മർക്കട കിശോര തത്വം. മാർജാരം എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ ഒരു കുട്ടി എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ
പൂച്ചയുടെ കുട്ടി ഒന്നും ചെയ്യണ്ട, കടിച്ചോണ്ടേ പോകും പൂച്ച. എവിടെ പോണെങ്കിലും പൂച്ചയുടെ കുട്ടിക്ക് ഒന്നും ചെയ്യണ്ട, കടിച്ചോണ്ട് പോണ സ്ഥലത്ത് കൊണ്ടുപോകും. പക്ഷേ മർക്കട തത്വം അങ്ങനെയല്ല. മർക്കടൻ്റെ കുട്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കണം. ഈ മർക്കടൻ എന്ത് ചെയ്യണു? സുഖമായിട്ട് നടന്നു പോകണു, ഇത് ഇറുക്കി പിടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു ആൾ പറഞ്ഞു, എനിക്ക് ഭഗവാനെ മാർജാര തത്വം മതി എന്ന് വെച്ചാൽ ഭഗവാൻ എന്നെ ചുമന്നുകൊണ്ട് എല്ലായിടത്തും പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, ഓ ரொம்ப എലിഷാ ഇരിക്കില്ല, വളരെ എളുപ്പമല്ലേ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ആദ്യം നീ മർക്കട തത്വം എൻ്റെ അടുത്ത് പ്രയോഗിക്കൂ, നിനക്ക് ഞാൻ മാർജാര തത്വം പ്രയോഗിക്കാം. മർക്കട തത്വം എന്താ? നീ എന്നെ ആദ്യം മുറുകെ പിടിക്കൂ. പ്രഹ്ലാദൻ ഭഗവാനെ മുറുകെ പിടിച്ചു, അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? പ്രഹ്ലാദനെ മുറുകെ പിടിച്ചു. അല്ലേ? നമ്മൾ ഭഗവാനെ മുറുകെ പിടിക്കാതെ ഭഗവാൻ വേണം എന്ന് കരുതണു, അല്ലേ? ഏതോ അർച്ചന ചെയ്തിട്ട് ഭഗവാൻ വേണമെന്ന് കരുതണു, ഏതോ വഴിപാട് ഭഗവാൻ ഐസ് വയ്ക്കാൻ വേണ്ടി 5 രൂപ പഴം വാങ്ങിച്ചുകൊണ്ട് പോകണു, സ്വാമിമാർ ഐസ് വയ്ക്കാൻ വേണ്ടി ആപ്പിളും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകണു, അല്ലേ? അതുകൊണ്ട് എന്താ? നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാവണില്ല. ഫലം ഉണ്ടാവണമെങ്കിൽ നീ നിന്നെ തന്നെ കൊടുക്കുക. ഭവതു ഭവതർത്ഥം മമ മനഃ. ശങ്കരാചാര്യർ പറഞ്ഞു, നിന്റെ മനസ്സിനെ നീ എനിക്ക് നിവേദ്യം ചെയ്യൂ. അങ്ങനെ മനസ്സിനെ നീ നിവേദ്യം ചെയ്താൽ, അല്ലേ, മനസ്സിനെ ഒരാൾക്ക് കൊടുത്താൽ പിന്നെ മനസ്സിൻ്റെ പ്രവൃത്തിയൊക്കെ നമുക്കുണ്ടോ? മനസ്സാണ് ഈ കാണുന്ന പ്രോബ്ലം എല്ലാം ഉണ്ടാക്കുന്നത്. ആ മനസ്സിനെ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു, ഭഗവാനെ ഇതാ എൻ്റെ വലിയൊരു ഗിഫ്റ്റ് ഈ മനസ്സ്. പിന്നെ ഈ പ്രോബ്ലം ഉണ്ടാക്കിയാൽ ദത്താപഹാര ദോഷം എന്നൊരു ദോഷം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുത്തതിനെ വീണ്ടും തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല. ദത്താപഹാര ദോഷം അനുഭവിക്കണം. അതുകൊണ്ട് മനസ്സിനെ ഭഗവാന് കൊടുത്താൽ പിന്നെ ഒന്നും നമുക്ക് കെടുതലേ ഇല്ല. അങ്കേ വിരാജത് ഭുജംഗം അഭ്രഗംഗാ തരംഗാഭിരാമോത്തമാങ്കം. അഭ്രം എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം. ദർശനാത് അഭ്രസദസി ചിദംബരം. ചിദംബരം എന്നുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, അംബരം എന്ന് പറഞ്ഞാൽ ആകാശം, അഭ്രം എന്ന് പറഞ്ഞാൽ ആകാശം. ശുദ്ധം എന്ന് തന്നെ അർത്ഥം, ആകാശം പോലെ ശുദ്ധമായത്. എന്തൊക്കെ കാർമേഘം വന്നോട്ടെ, ആകാശത്തിന് തൊടാനേ സാധ്യമല്ല, അശുദ്ധമാക്കാനേ സാധ്യമല്ല. സ്പേസിൽ എന്തൊക്കെ ഇരുന്നോട്ടെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. അതിന് അത് പ്യൂരിഫൈഡ് ആണ്, അത് ശുദ്ധമാണ്. എങ്ങനെയാ ശുദ്ധമായിരിക്കണം? ശുദ്ധ അഭ്ര ഗംഗാ തരംഗാഭിരാമോത്തമാങ്കം. ഗംഗ ആകുന്ന തീർത്ഥം കൊണ്ട് ഇതിനെ ശുദ്ധമാക്കി വച്ചിരിക്കുന്നു. ഗംഗ എന്താ? ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ പ്രസരിപ്പ്. ആ ജ്ഞാനമാകുന്ന തീർത്ഥം കൊണ്ട് എല്ലാത്തിനെയും തീർത്ഥീകരിച്ചിരിക്കുന്നു. ഏ തീർത്ഥാനി പ്രചരന്തി ശ്രീകാവന്തോ നിശങ്കിണഃ. ഗംഗാതീർത്ഥം കൊണ്ട് പ്യൂരിഫൈ ആയിരിക്കണു ഭഗവാന്റെ ശരീരം, ഇല്ലേ? ഗംഗയാകുന്ന ജ്ഞാനമാകുന്ന തീർത്ഥത്തെ കുടിച്ചിട്ട് നമ്മൾ പ്യൂരിഫൈ ആവണം. ഭഗവാനാകുന്ന ഭക്തിയാകുന്ന മെഡിസിൻ കഴിക്കണം. ആ ഭക്തിയാകുന്ന മെഡിസിൻ കഴിച്ചാൽ നമ്മൾ ശുദ്ധമായി മാറി, നമ്മൾ ഭഗവാനായി തന്നെ മാറി. ഒരു ടോണിക് ഉണ്ട്, ആ ടോണിക് കുടിച്ചാൽ ഭഗവാനായി മാറും. എന്താ ടോണിക് എന്ന് പറഞ്ഞാൽ നമശിവായ വാഴുക, നാഥൻ താൾ വാഴുക. നമശിവായ എന്നൊരു മന്ത്രം, ഭഗവത് നാമം എന്നൊരു മന്ത്രം. ആ മന്ത്രം നമ്മൾ കഴിച്ചാൽ തന്നെ നമ്മൾ ശുദ്ധമായി മാറണു. നമ്മുടെ രോഗമൊക്കെ മാറിപ്പോണു. എന്താ രോഗം എന്ന് പറഞ്ഞാൽ മനോരോഗം തന്നെ. മനസ്സിന് ബാധിച്ചിരിക്കുന്ന രോഗം എന്താ? എക്സ്പെക്ടേഷൻ, ആഗ്രഹം. അതിനെ ഇല്ലാതാക്കിയാൽ നമ്മൾ ശുദ്ധമായി തീരണു. ഭയം പോയാൽ നമ്മൾ ശുദ്ധമായി തീരണു, നിർമ്മലമായിരിക്കണു. അഭ്രഗംഗാ തരംഗാഭിരാമോത്തമാങ്കം ഓംകാരവാഠീകുരങ്കം. ഓംകാരം, പ്രണവം. പ്രണവമാകുന്ന പൂന്തോട്ടത്തിൽ, വാഠീകുരങ്കം, പ്രണവമാകുന്ന പൂന്തോട്ടത്തിലിരിക്കണം മാനിനെ പോലെ എന്ന് പറഞ്ഞു. ഭഗവാനെ വർണ്ണിച്ചിരിക്കണു, ഓംകാരമാകുന്ന പൂന്തോട്ടത്തിലിരിക്കണം മാൻ. ഈ മാനിനെ അത്ര വേഗം പിടിക്കാൻ പറ്റില്ല. മാനിനെ എങ്ങനെ പിടിക്കാം? മാനിന് ഒരു ഇന്ദ്രിയം വലിയ പവർഫുള്ളാണ്. ഏതാ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഹിയറിങ്, ലിസണിങ്. മാനിൻ്റെ പവർ എന്താ? വലിയ ലിസണിങ് പവറാണ്. അതുകൊണ്ട് മാൻ ഇല്ലാതാവണത് എങ്ങനെയാ? മാനിനെ പിടിക്കാൻ പറ്റണത് എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും നല്ല പാട്ടിട്ട് കൊടുക്കണു ഏതോ ദിക്കിൽ, ആ ദിക്കിലേക്കേ മാന് ശ്രദ്ധിച്ചിരിക്കും, അപ്പം പിടിക്കാം, വേറൊരു ദിക്കിലൂടെ വന്ന് പിടിക്കാം, അല്ലേ? മാനിനെ പോലെ ഇരിക്കണു ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാൻ വലിയ ലിസണറാണ്. ഹീസ് എ ബെസ്റ്റ് ലിസണർ. നമ്മൾ എന്തൊക്കെ ഭക്തിയിൽ നമ്മൾ എന്തൊക്കെ ഭഗവാനോട് പറയണോ ഭഗവാൻ കേട്ടുകൊണ്ടേയിരിക്കും.
ആക്ഷൻ എടുക്കണമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം അല്ലേ. നമ്മൾ പറയണതിനൊക്കെ ആക്ഷൻ എടുക്കാൻ നിന്നാൽ പ്രശ്നമാണ്. തൊട്ടടുത്ത വീട്ടുകാരൻ നശിച്ചു പോണ ആക്ഷൻ എടുത്താലോ, തൊട്ടടുത്ത് നമ്മളാണെങ്കിൽ നശിച്ചു പോവില്ലേ. നമ്മൾ പോയി തൊട്ടടുത്ത വീട്ടിൽ പറഞ്ഞ ഭഗവാൻ സർവഭൂത ഹിത. ഭഗവാന്റെ ഒരു നാമം എന്താ? ഹിതനാണ്. സർവഭൂത ഹിത. ഭഗവാൻ എന്ത് ചെയ്യണു? എല്ലാവർക്കും അഭയം കൊടുക്കണു. അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതത് വ്രതം മമ. രാമായണത്തിലെ രാമൻ ചോദിക്കാണ്, വിഭീഷണൻ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കണു. വിഭീഷണന് നമ്മളെടുത്ത് കാണണം എന്നൊരു താല്പര്യപ്പെട്ടിരിക്കുന്നു. ഈ സത്മാർഗത്തിലേക്ക് വരണം അല്ലെ, രാക്ഷസ കുലത്തിൽ നിന്നും സത്മാർഗത്തിലേക്ക് വരണം എന്ന് താല്പര്യപ്പെട്ട് നിൽക്കണു. എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വാനരന്മാർ പറഞ്ഞു, കേട്ടരുത്, അയാൾ ദ്രോഹം ചെയ്ത ആളാണ്, അവിടെ നിങ്ങോട്ട് വരണം, എങ്ങനെ വിശ്വസിക്കും? വേറെ 2 വാനര് പറഞ്ഞു, ഒരു കാലത്തും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. സുഗ്രീവൻ അടുത്തിരുന്നിട്ട് പറഞ്ഞു, സ്വന്തം ചേട്ടനെ ഒറ്റയ്ക്ക് കൊടുത്ത ആളാണ്, അതുകൊണ്ട് ഇല്ലേ, സുഗ്രീവൻ ഈ പണിയാ ചെയ്തിരിക്കണത് അല്ലേ, ബാലിയെ ഒറ്റയ്ക്ക് കൊടുത്തു. സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയെ ഒറ്റ ചെയ്തിട്ടാണ് പറയണത് അല്ലേ. നമ്മൾ കുറ്റം ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റവും കാണുന്നത്. അതുപോലെ സുഗ്രീവൻ അതെന്താ മറന്നു പോണു, നമ്മൾ ചെയ്ത കുറ്റം മറ്റുള്ളവർ ചെയ്ത കുറ്റം പ്രൊജക്റ്റായി നിൽക്കുന്നു. അപ്പോൾ ലക്ഷ്മണനെ നോക്കി ഭഗവാൻ ചിരിച്ചിട്ട് പറയും, ഇനി ഒരു തലയ്ക്ക് പകരം 10 തല കണ്ടാലും, എന്നുവെച്ചാൽ വിഭീഷണന് പകരം സാക്ഷാത് രാവണൻ തന്നെ സത്യമാർഗത്തിലേക്ക് വരണമെങ്കിൽ അഭയം ദദാമി ഏതത് വ്രതം മമ. അവർക്ക് അഭയം കൊടുക്കലാണ് എൻ്റെ വ്രതം. ഭഗവാന്റെ വ്രതം എന്താ? അഭയം കൊടുക്കലാണ്. അല്ലാതെ അല്പ സ്വീറ്റ് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കലല്ല. അല്പ സ്വീറ്റ് കഴിച്ച് നോക്കൂ, നമുക്ക് ഷുഗർ വരും, ദുഃഖം വരും. ഏറ്റവും ഷുഗർ പ്രിയപ്പെട്ട ആൾക്ക് ദുഃഖം വരണു. എന്തുകൊണ്ടാ? അത് തന്നെ അവനെ ഹനിക്കണു. മധുരം കഴിച്ച് നിൽക്കണ ആള് ആ മധുരം തന്നെ അവന് ഹാനി വരുത്തണു. അതുപോലെ ഭഗവാൻ സർവഭൂത ഹിതഹാൻ. അതുകൊണ്ട് ഭഗവാൻ എല്ലാത്തിനെയും ലിസൺ ചെയ്യണം നല്ല പോലെ. ഓംകാരവാടി കുരങ്കം. ഭഗവാനെ കിട്ടണമെങ്കിൽ ഓംകാരത്തിലൂടെ പോകണം. പ്രണവോധനുഹു. പ്രണവമാകുന്ന മന്ത്രമെടുത്ത് ഉപാസന ചെയ്യണം. ആ പ്രണവമാവുന്ന മന്ത്രം കൊണ്ട് മനസ്സിനെ ബ്രഹ്മത്തിലേക്ക് അർപ്പിക്കണം. ശരൈഹി ആത്മാ. പ്രണവമാകുന്ന ധനുസ്സിലെ ഈ ആത്മാവാകുന്ന ഈ മനസ്സാകുന്ന ഞാൻ ആ ധനുസ്സിൽ കയറി ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് പോകണം. ബ്രഹ്മതല്ലക്ഷ്യമുച്യത്തെ. അങ്ങനെ പോയാൽ നമുക്ക് ആ മാന്യ പിടിക്കാം, ഭഗവാനാകുന്ന മാന്യ പിടിക്കാം അല്ലേ. അതുകൊണ്ട് മാന്യ കീർത്തനം ചെയ്യാം. ഒരിന്ദ്രിയം പവർഫുൾ ആണ്. വെറുതെ അടുത്ത വീട്ടിലെ കുറ്റമൊന്നും പറഞ്ഞ് ചാൻസ് വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഭഗവത് നാമം പറയുക. നാമപാരായണ പ്രീതായേ നമഃ, നന്ദിവിദ്യായേ നമഃ. നാമപാരായണത്തിന് പ്രീതനാവും ഭഗവാൻ. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാന്റെ നല്ല കീർത്തനം ഇല്ലേ. 63 നായന്മാർ മുഴുവൻ പാടിയാണ് വാഴ്ത്തിയത് ഭഗവാനെ. അതിലുള്ള കണ്ടന്റിന് ഭഗവാന് വിഷയമേ അല്ല. ഭഗവാനെ പൈത്യക്കാരാന്ന് തന്നെ വിളിച്ചു, ഭ്രാന്താന്ന് തന്നെ വിളിച്ചു. എങ്ങനെയാ വിളിച്ചു? പിത്താ പിറൈ സൂടി പെരുമാനേ അരുളാള. ഭഗവാനെ ഭ്രാന്താന്ന് വിളിച്ചപ്പോൾ കൂടെയും ഭഗവാൻ സാക്ഷാത്കാരം കൊടുത്തു. അപ്പോൾ ലിറിക്സിൽ ഭഗവാൻ ഒന്നും ഇല്ല. തെറ്റി വിളിച്ചാൽ കൂടെ ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യും അല്ലേ. എത്രയോ കാലം കൊണ്ട് തെറ്റി സഹസ്രനാമങ്ങളൊക്കെ പാടുന്നു. ദേവി നമ്മളെ കൈവിട്ടുവോ? എന്തുകൊണ്ട് കൈവിടുന്നില്ല എന്ന് വെച്ചാൽ തെറ്റാണെങ്കിൽ കൂടെയും ഭഗവത് ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകണമല്ലോ അല്ലേ. അതുകൊണ്ട് തെറ്റിയാൽ കൂടെ കുഴപ്പമില്ല. അടുത്ത വീട്ടിലെ കുറ്റമൊന്നും പറയാതിരിക്കുക. നമ്മൾ ഭഗവത് നാമം ജപിക്കുക. ഭഗവത് നാമമാകുന്ന ജപം, ഒരു നാമസങ്കീർത്തനം, ഒരു ഒറ്റ ജപം, പ്രണവം പോലും മതി. പ്രണവം അല്ലേ. ഓംകാരവാടി കുരങ്കം. പ്രണവമാകുന്ന പൂന്തോട്ടത്തിൽ ഭഗവാൻ ഇരിക്കണു. അതുകൊണ്ട് ഭഗവാനെ തേടണമെങ്കിൽ എവിടെ തേടണം? പ്രണവത്തിലൂടെ തേടണം, മന്ത്രത്തിലൂടെ തേടണം അല്ലേ. പ്രണവം എന്ന് പറഞ്ഞാൽ എന്താ? ഓംകാര പൊരുൾ ഒപ്പ് ഉയർവില്ലോയി ഉണ യാരറിവാർ അരുണാചല. ഓംകാരത്തിന് പൊരുളിനെ ഓംകാരത്തിലൂടെ തേടണം അതിൻ്റെ ഒപ്പം നിൽക്കാൻ ആരുമേ ഇല്ല. അതിനേക്കാളും ഉയർന്നു നിൽക്കാനും ആരും ഈ ലോകത്തില്ല. അതായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് അതിനറിയാൻ പറ്റുള്ളൂ. അതായിട്ട് മാറലാണ് അധ്യാത്മം. അതിന് എന്ത് ചെയ്യണം? നമ്മൾ ശാന്തമായിട്ട് ഒരു മന്ത്രജപം ചെയ്യുക. ഒരു ഭഗവത് നാമത്തിനെ എടുത്ത് ആലംബമായിട്ട് വയ്ക്കുക അല്ലേ. ഉപനിഷത്തെ പറയണു ഓം ഇതി ആലംബ. ഓം ഒരു ആലംബമാണ്.
അല്ലേ? ഒരു മന്ത്രം, ഒരു ആലംബമാണ്. ആ മന്ത്രത്തിലൂടെ നമ്മൾ തേടിയാൽ നാഥൻ താഴ്വാഴ്ക, നാഥനെ നമുക്ക് കിട്ടും. ആ നാഥനാണ് സാക്ഷാത് പരമേശ്വരൻ. ആ പരമേശ്വരനെ നമുക്ക് കിട്ടും. സിദ്ധ സംസേവിതാം ഗ്രീം ഭജേ മാർഗബന്ധും. അതിനെ പലർക്കും കിട്ടിയിരിക്കണു. എങ്ങനെ കിട്ടിയിരിക്കണു? കിട്ടിയതെല്ലാം അവർ പാടിയിരിക്കണു അല്ലേ? 63 നായന്മാർ പാടിയിരിക്കണു. കിട്ടിയതിനെല്ലാം അവർ പാട്ടായിട്ട് നിവേദിച്ചിരിക്കണു. ശിവഭക്തന്മാരെല്ലാം പാമാലൈ എന്ന് പറഞ്ഞാൽ പാട്ടുകൊണ്ടുള്ള മാല ഭഗവാൻ അർപ്പിച്ചിരിക്കുന്നു. പാട്ടുകൊണ്ടുള്ള മാല, ഈ പാട്ടുകൊണ്ടുള്ള മാലയാണ് നിവേദ്യമായിരിക്കുന്നത്. അപ്പോൾ ആ സിദ്ധ സംസേവിതാംഗ്രീം, ഭഗവാന്റെ പാദത്തിൽ ഭഗവാനെ കാണുന്നവർക്കെല്ലാം ഭഗവാനെ കിട്ടണു. ഗുരു ചരണാംബുജ നിർഭര ഭക്തി, ഗുരുവിൻ്റെ പാദത്തിനോടുള്ളൊരു ഭക്തി. ഗുരുവിൻ്റെ പാദം എന്തിനാ പാദത്തിനെ നമ്മൾ വാഴ്ത്തുന്നതെന്ന് പറഞ്ഞാൽ, ഈ പാദം സംസാരമാകുന്ന സാഗരത്തെ കടന്നു പോയിരിക്കുന്നു. ഈ പാദം ഈശ്വരനാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പാദത്തിന് ഒരു നമസ്കാരം കൊടുക്കുന്നത് അല്ലേ? എന്തിനാ ഗുരുവിൻ്റെ അംഗങ്ങളോ തലയിലൊക്കെ തൊട്ടാൽ പോരെ? എന്തിനാ പാദത്തിൽ പിടിക്കണേന്ന് പറഞ്ഞാൽ, പാദം നമുക്ക് മുന്നേ നടന്നു പോയിരിക്കുന്നു. ഏനേശ്ച യാതം യതയോശ്ച പാരഹ, നമുക്ക് മുന്നിൽ നടന്നു പോയിരിക്കുന്നു. എവിടെ കൂടെ? സംസാര സിന്ധോഹോ തരണോസ്തുപായ, സംസാര സിന്ധുവിനെ കടന്നിരിക്കണു. അതുകൊണ്ട് സിദ്ധന്മാർക്കെല്ലാം കിട്ടിയിരിക്കണു, അത്ര യോഗപുരുഷന്മാർക്കെല്ലാം കിട്ടിയിരിക്കണു. ഭജ ചിദംബര നടം ഹൃദി ഭജ. പതഞ്ജലി മഹർഷി കൂടെ ചിദംബരനാഥൻ്റെ നടനത്തിന് പറഞ്ഞിരിക്കണു. എങ്ങനെ? ഹൃദി ഭജ. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു അല്ലേ, എപ്പോഴും അരുണാചല ശിവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മഹർഷിയുടെ അടുത്ത് ഒരു പ്രീതി വരാൻ വേണ്ടി ചോദിച്ചു. മഹർഷിയുടെ അടുത്ത് സാക്ഷാത് അരുണാചലേശ്വരൻ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തു വരം വേണം ചോദിച്ചാൽ എന്ത് ചോദിക്കും ചോദിച്ചു. അപ്പം മഹർഷി മറുപടി പറഞ്ഞു, இந்த പ്രത്യക്ഷപ്പെടുന്ന വേലയെല്ലാം എങ്കിട്ട വച്ചിക്കാതെന്ന് ചൊല്ലു. ഈ പ്രത്യക്ഷപ്പെടുന്ന കാര്യമുണ്ടല്ലോ, അതെൻ്റെ അടുത്ത് വേണ്ട, എൻ്റെ ഉള്ളിൽ സദാ നിൽക്കണം അല്ലെ? പ്രത്യക്ഷപ്പെട്ട കുറച്ച് നേരത്തേക്ക് വന്ന് നിൽക്കും, പിന്നെ അപ്രത്യക്ഷമായി പോകും. അപ്പൊ ഭഗവാൻ കുറച്ചു നേരത്തേക്ക് നിൽക്കുന്ന പൊരുളല്ല, സദാ എൻ്റെ കൂടെ നിൽക്കുന്ന പൊരുളാണ്. അവർക്കെല്ലാം കിട്ടി. എങ്ങനെ കിട്ടി? ഭജേ മാർഗബന്ധും, ആ മാർഗത്തിന് ബന്ധുവായിരിക്കണം ഭഗവാനെ ഭജിച്ചപ്പോൾ അവർക്ക് ഭഗവാനെ കിട്ടി. തുടർന്ന് നമുക്ക് കാണാം.